ഇടുക്കിയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഒരു കഥ പറയുന്നേരം എന്ന കുടുംബചിത്രം തിയേറ്ററുകളിലെത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. റിയാസ് സിദ്ദിഖ് സംവിധാനവും നായകവേഷം ചെയ്ത പടത്തിന്റെ ചിത്രീകരണം ഇടുക്കിയിലെ വാഗമണ്ണടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലാണ് നടത്തിയിരിക്കുന്നത്. ഒരു കഥ പറയും നേരം എന്ന ചലച്ചിത്രം കേരളത്തിൽ 50ഓളം തിയേറ്ററുകളിലാണ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. കട്ടപ്പന ഐശ്വര്യ തിയേറ്ററിൽ നടന്ന ഉദ്ഘാടന പ്രദർശനത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിയാസ് സിദ്ദിഖും റോഷ്നി മധുവും എത്തിയിരുന്നു. വളരെ സന്തോഷം. കട്ടപ്പനയിൽ ഈ സിനിമ ഒരുപാട് പേര് കണ്ടതിൽ വളരെ സന്തോഷമാണ്. നല്ല അഭിപ്രായമാണ്. എല്ലാ സെന്ററിലും ഈ പടം ഒരുപാട് പേര് കാണുന്നുണ്ട്. എല്ലാവരും എനിക്ക് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും ഈ സിനിമ എല്ലാവരും കാണണം. നല്ല പാട്ടുകളുണ്ട്. ഒരു കുടുംബ ചിത്രമാണ്. ഇതൊരു എന്താ പറയുക, പ്രേക്ഷകരുടെ മനസ്സിനെ നനയ്ക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളെല്ലാവരും കാണണം. നല്ല പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കട്ടപ്പനയിൽ ഇത്രയും സ്നേഹം കിട്ടിയതിന് വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സിനിമ കാണണം. ഞങ്ങൾ പുതുമുഖങ്ങളാണ്. അപ്പം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. മുമ്പേ ചില ഫിലിം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യത്തെ സിനിമയിലാണ് ഇങ്ങനെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷം. ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യങ്ങളെ കോർത്തിണക്കി നിർമ്മിച്ച ഒരു കഥ പറയും നേരം എന്ന ചിത്രം കണ്ടവർ മികച്ച അഭിപ്രായമാണ് പറയുന്നത്. ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ ഒരു കഥ പറയും നേരം എന്നുള്ളൊരു പടം ഏറ്റവും നല്ല രീതിയിൽ ഇടുക്കിയുടെ ദൃശ്യഭംഗി ഏറ്റവും നല്ല രീതിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഈ പടം ഇവിടെ തന്നെ റിലീസ് ചെയ്തു. അതുപോലെ തന്നെ ഇടുക്കിയിലെ നല്ല കലാകാരന്മാർക്ക് ഒരുപാട് നല്ല അവസരങ്ങൾ കൊടുത്തു. അവരെല്ലാവരും തന്നെ കഥാപാത്രത്തോട് നല്ല നീതി പുലർത്തുകയും നല്ല രീതിയിൽ അഭിനയത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളും നമുക്ക് വളരെയേറെ ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ കഥ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങള് ഒരുപാട് പേര് സുഹൃത്തുക്കൾ, ഇവിടെയുള്ള എല്ലാ കലാകാരന്മാരുടെയും സുഹൃത്തുക്കൾ ഈ പടം കണ്ടു. ഇതിൽ അഭിനയിച്ചവർക്കും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർക്കും എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. അതുപോലെ തന്നെ ഇതിലെ പാട്ടുകൾ നല്ല രീതിയിലാണ്. പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങാത്തതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിന്റെ സംഗീത സംവിധാനം അതുപോലെ തന്നെ ഡയറക്ഷൻ എല്ലാം മികവുറ്റതാണ്. ഏറ്റവും നല്ല രീതിയിലാണ് ഈ പടം. മറ്റ് സൂപ്പർ സ്റ്റാർ പദവികൾ ഒന്നും ഇല്ലെങ്കിൽ പോലും ഉയർന്നു വരാനുള്ള കലാകാരന്മാർ മാത്രമാണ് ഈ ഒരു കഥ പറയുന്ന നേരം എന്ന സിനിമയിൽ ഉള്ളത്. അതിൽ ഞങ്ങൾ കട്ടപ്പനക്കാരെന്നുള്ള നിലയ്ക്കും ഇടുക്കി ജില്ലക്കാരെന്നുള്ള നിലയ്ക്കും ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. പടം കണ്ടിട്ട് സൂപ്പർ പടമാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് നല്ലൊരു അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരിക്കുന്നത്. കൊച്ചുകുട്ടിയാണേലും അതുപോലെ തന്നെ നമ്മുടെ വേദിക്കയിൽ വന്ന കുട്ടിയാണെങ്കിലും നല്ല അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ അതിനകത്തുണ്ട്. അത് നമ്മൾ ഇത് കണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല സൂപ്പർ സിനിമയായിരുന്നു. വന്ന് എല്ലാവരും കാണേണ്ടിയിരിക്കുന്നു. മധുസൂദനൻ മാവേലിക്കരയും റിയാസ് സിദ്ദിഖും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ സിനിമ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തത് നമ്മുടെ കട്ടപ്പനയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പനയിലുള്ള എല്ലാ ആൾക്കാരും ഈ സിനിമ വന്ന് കാണണം. കാരണം ഒരു നല്ല കഥയാണ്. നല്ല കഥയെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ഫാമിലി സബ്ജക്റ്റ് ഒരു കഥ പറയും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പല ആൾക്കാരുടെ കഥകൾ നമ്മൾ പറയുന്നു. അപ്പോൾ സിനിമ കണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കാര്യങ്ങൾ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ ഒരു രണ്ടാം അച്ഛൻ വരുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവിടെ ആയി തീരുന്നത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ കുടുംബം മൊത്തം വയ്യാതാരമാകുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പല തിയേറ്ററിൽ നിന്നും സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ പല ഫാമിലീസ്, പ്രത്യേകിച്ച് സ്ത്രീകൾ കരഞ്ഞുകൊണ്ടാണ് അത് ഇറങ്ങിയിട്ടുള്ളത് പല തിയേറ്ററിൽ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഇമോഷണൽ സീനുകളുണ്ട്. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. നല്ല പാട്ടുകളാണ്. അതുപോലെ തന്നെ നമ്മളെ കട്ടപ്പന, കുട്ടിക്കാനം, അതുപോലെ വാഗമൺ, ഇവിടെയാണ് നമ്മളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ സീനറിയാണ് സിനിമ.
മികച്ച ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. വളരെ മനോഹരമായൊരു ചിത്രമാണ്. കാരണം ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് എന്നത് കണ്ടിറങ്ങിയ പൊതുവിലുള്ള ആൾക്കാരെല്ലാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ എന്ന് മാത്രമല്ല എല്ലാവരുടെയും കണ്ണു നനയ്ക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ കാരണം അവസാനം അതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പിന്നെ ഈ ചിത്രത്തില് ഒരു പാട്ട് എഴുതാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു. ഗോപാല ഗോപാല എന്ന് പറയുന്ന ആ പാട്ട് എഴുതിയിരിക്കുന്നത് ഞാനാണ്. അതിനോടൊപ്പം തന്നെ റിയ സാറ് എനിക്ക് അതില് ചെറിയ 1-2 സീനുകൾ ഷോട്ടുകൾ അഭിനയിക്കാനുള്ള അവസരവും തന്നു. അതിന് അദ്ദേഹത്തോട് നന്ദി പറയുക. എന്തായാലും ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് ചിത്രീകരിച്ച ഈ ചിത്രം വളരെ വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിലെ എല്ലാ പാട്ടുകളും ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഇത്രയും മനോഹരമായ ഗാനം മലയാളത്തിൽ ഒരു ചിത്രത്തിലും ഉണ്ടായിട്ടില്ല. അതാണ് ഈ ചിത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സന്തോഷം, ചിത്രം വിജയിക്കട്ടെ. നിങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങളും ഭാവങ്ങളും ഉണ്ടാവണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്കെന്തമ്മോ അമ്മച്ചിയെ, എനിക്കെന്തമ്മോ അമ്മച്ചിയെ, എനിക്കെന്തമ്മോ വയറ് കത്തി പോകണന്തമ്മോ, കഞ്ഞി കുടിക്കാൻ കാശില്ലാണ്ട് വലയിണന്തമ്മോ, അമ്മച്ചിയെ വലയിണന്തമ്മോ. എനിക്കെന്തമ്മോ അമ്മച്ചിയെ, എനിക്കെന്തമ്മോ അമ്മച്ചിയെ, എനിക്കെന്തമ്മോ. കല്ലും മണ്ണും വാരിത്തിന്നാൽ വയറ് നിറയുമോ, വയറ്റിനുള്ളിൽ കാടൻ കേറി പിറുവിറുക്കണമ്മ, അമ്മച്ചിയെ പിറുവിറുക്കണമ്മ. കല്ലും മണ്ണും വാരിത്തിന്നാൽ വയറ്. റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടർ TC ദേവസ്യ, സൗപർണിക സജീവ്, പമേലിയ ബിനോയ്, പ്രതാപൻ തൂക്കുപാലം തുടങ്ങിയ ഇടുക്കിയിലെ നിരവധി കലാകാരന്മാർക്കാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. നല്ല പാട്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സീനറി അതങ്ങോട്ടൊക്കെ നല്ല രസമായിരുന്നു. എല്ലാവരും വന്ന സിനിമ കാണാൻ നല്ല സിനിമ. ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് സിനിമയിൽ? അല്ല, അതിനു മുമ്പ് ഒരു കഥ പറയുന്നേരം എന്ന സിനിമയിൽ എനിക്ക് ഹീറോയിനോടും ഒപ്പം അതുപോലെ തന്നെ ഈ നാട്ടുകാരായ സൗവർണിക രാജീവ്, ഒപ്പം അടിമാലിക്കാരനായ മറ്റൊരു സജീവ്, ഒപ്പം തന്നെ ഒരു മോളായിട്ട് അഭിനയിച്ച ആ കുഞ്ഞൻ്റെ അയൽവാസിയാണ്. അതുപോലെ തന്നെ ഈ സിനിമ അഭിനയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായിട്ടാണ് എനിക്ക് അവസരം കിട്ടുന്നതും അങ്ങനെയാണ് ഇതിനകത്ത് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയത്. ഇതുകൂടാതെ ഞാനിതിപ്പോൾ എൻ്റെ 5ാമത്തെ സിനിമയാണ്. ആക്ഷൻ ഹീറോ പൂമരം, ഒരു കഥ പറയുന്നേരം, ഇത് ലാസ്റ്റ്, പിന്നെ 5ാം വേദം തുടങ്ങിയ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അടുത്ത ഒരു സിനിമ ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോലഞ്ചേരി വെച്ച്, അതിനകത്ത് DYSP ആയിട്ടാണ്, കൂടുതലും പോലീസ് വേഷമായിരുന്നു. ഇതിനകത്ത് മുതലാളിയായിട്ടുള്ള വേഷം എനിക്ക് കിട്ടി. അതിൽ ഞാനും എൻ്റെ കുടുംബവും സംതൃപ്തരാണ്. എല്ലാവരും ഈ സിനിമ നെഞ്ചോട് ചേർക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കേരളമൊട്ടാകെ ഇത് റിലീസായിട്ടുണ്ട്. എല്ലാവരും ഇത് കാണാൻ ഇടയാകട്ടെ എന്നും, ഇത് കണ്ട് ഇതിന്റെ തീം മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥ കാര്യമൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു കുഞ്ഞിക്കൂരൻ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ദിലീപ് അഭിനയിച്ച ആ സിനിമ കഴിഞ്ഞ് ഒരു വികലാംഗനായിട്ടും പൊട്ടനായിട്ടും അഭിനയിച്ച റിയാദ്, ഇതിന്റെ സംവിധായകൻ തന്നെ അഭിനയിച്ച് ഇത് വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് നല്ല കഴിവ് കൊടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ. കട്ടപ്പന ഐശ്വര്യ സിനിമാസിൽ 3 മണിക്കുള്ള ഷോയായാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യം ലൊക്കേഷനായി പുതിയ സിനിമ ഇറക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.